പിന്നെ നേരെ പോട്ടെ വെയിലിന്റെ അങ്ങോട്ട്. വടി വെച്ച് ഇങ്ങനെ കാണിക്കോ? കുഴപ്പമില്ല, അവളെ ഇറക്കിക്കൂടെ അങ്ങോട്ട്. അവളെ ഇറക്കി ആ സ്റ്റെപ്പറിങ് കൊണ്ടുവന്നു. ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ, അങ്ങോട്ട് തിരിഞ്ഞിട്ട് ക്യാമറയിൽ നോക്കി ഫ്ലൈങ് കിസ് കൊടുത്തേ. ഫ്ലൈങ് കിസ് കൊടു സുട്ടാ, ഫ്ലൈങ് കിസ് കൊടുത്തേ. സുടി സുടി പിന്നെ മേളിൽ അവരോട് അമ്മേനോടൊക്കെ. ചാപ്പി ഇപ്പഴേ കുഞ്ഞുമണി ഡെന്നുവിന് എന്തൊക്കെയാ എടുക്കാനുള്ള കറങ്ങിയാണോ ചേട്ടൻ? ഞങ്ങളിവിടെ ഒരു ബർത്ത്ഡേ പരിപാടിയല്ല, ചേട്ടൻ വരുന്നുണ്ടോ? ആണോ? ഓക്കെ. ആ, ഇവിടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിയാറായി. നോക്കിയേ, അത് ടേബിൾ വേണ്ടി ഇവിടെ ഒരു ടീ കറങ്ങാൻ ഉടുപ്പിടാമോ? ഓക്കെ, അച്ഛമ്മക്ക് ഒരു ഉമ്മ തരുമോ? ഉമ്മ തരുമോ? താങ്ക് യു. അയ്യോടാ എന്റെ ദൈവമേ, ശുണ്ണിനേറ്റം കേട്ടോ ഉടുപ്പ്. എന്റെ ദൈവമേ, കടിച്ചു തിന്നു നമ്മളെ. ഹായ് ഇസട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചേ, അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചേ. ഡാൻസ് കളിക്കോ? ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കറങ്ങ കറങ്ങ. ഇസട്ടിന്റെ ഉടുപ്പ് കറങ്ങുമോ നോക്കിയാലോ? ഇങ്ങനെ ഇങ്ങനെ കറങ്ങി ഇസട്ടി. ഇതൊക്കെ ഇസട്ടി ഇങ്ങനെ ഇങ്ങനെ ഇസട്ടി ഉടുപ്പ് കറങ്ങി നോക്കി. ഇങ്ങനെ എന്റെ ഉടുപ്പ് കറങ്ങിയ ശരിയാവില്ല. ഫോട്ടോസ് എടുത്തിട്ടോ? ഞാൻ വീഡിയോ എടുക്കും. വേഗം കൊണ്ടുവന്ന ടൂ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. കൈയടിക്ക് കൈയടിക്ക് സ്റ്റഡി. അടുത്ത് പോട്ടെ പോട്ടെ. ഞാൻ അടുത്ത് കൊടുത്തു, വേഗം ചൂ കൊടുത്തു. നീ പിടിച്ചോണേടാ. കൈ കെട്ടിക്കോ. കൈ കെട്ടട്ടെ. സിനിമാറ്റിക് വീഡിയോ. Is it?
ആ ഇത് വേണ്ടായിരുന്നു. എന്താ ഇത് മോനെ അവിടെ നിന്ന് എടുത്താൽ മതി കേക്കിന്റെ. കുഴപ്പമില്ല, നീ കൊണ്ട് വെക്കടി. കേക്ക് എവിടെയാ? ഇത് താന്നു പോയല്ലോ. ഫ്രണ്ട്സേ, കേക്ക് എവിടെയാ? നീ താന്നു പോയല്ലോ. അതല്ല, ഈ കേക്ക് വെച്ച് കഴിയുമ്പോ ഒരാള് വരും. രൂപിനെ അങ്ങ് അകത്ത് കയറ്റി വിടണ്ടോ? കണ്ട ഒരാള് പിടിച്ചാ മതി. അല്ല ഇപ്പൊ തന്നെ കേക്ക് പോവും. അത് നിനക്ക് വീഡിയോ എടുത്തേ. അച്ഛ നിക്ക് അടുത്ത ആളോടെ ഇവരങ്ങോട്ട് തിരിഞ്ഞിരിക്കണ അവര് മെഴുകുതിരി വേണം നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ എല്ലാരും പാടിക്കോ പാടിക്കോ. Happy birthday to you. Happy birthday, dear Isuti. Happy birthday to you. ടിഷ്യൂവും സ്പൂണൊക്കെ പിന്നെ എടുക്കാം. ഇഷ്ടമായോ? ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. ആരാ ഹാപ്പി ബർത്ത്ഡേ? ചോദിച്ചാല് അവിടെ പോയി തപ്പ. ഹലോ സോറി, ഇതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് എല്ലാം കൂടെ തിരക്കായതുകൊണ്ട് എനിക്ക് മെയിൻ സാധനം ആദ്യത്തെ ഒന്നും വ്ലോഗ് എടുക്കാൻ പറ്റില്ല. ആദ്യമൊന്നും ഇല്ലാതെ എല്ലാവരും കൂടെ ഇസൂട്ടിയായിട്ട് ഫോട്ടോ, പിന്നെ ഇസൂട്ടിന്റെ കുറെ ഫോട്ടോ, വീഡിയോ, റീൽസ്, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. കേക്ക് കട്ടിയുടെ വീഡിയോ ഞാൻ പോർട്രേറ്റ് കുറെ പേര് പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും വീഡിയോ മറ്റേത് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ കേക്ക് കട്ട് ചെയ്ത് അകത്ത് കൊണ്ടുവന്നു. കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് മോനിനെ ഒന്ന് കാണിച്ചു. മൊത്തം അരമ്പായിട്ട് എടുക്കുക. മോന് അവിടെ മന്തി ഒന്നും കൂടെ ഇതാക്കുക, നമ്മുടെ കനൽ കത്തിച്ചിട്ട് ഒന്നും കൂടെ ഇത് കഴിക്കുക, ചൂടാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. ഞാൻ ഇനിയുള്ളത് ഞാൻ കാണിച്ചു തരാം. വളരെ നന്ദിയുണ്ട്. ടീഷർട്ടൊക്കെ ഞാൻ എടുക്കുമ്പോ ഇങ്ങനെയൊക്കെ എടുക്കാറ്. കുഞ്ഞേച്ചിയാണ് സാധാരണ വരിക. അച്ചാച്ച നേരെ തിരിച്ചാ ഉണ്ടാവാറ്. ഇവിടെ വന്ന് പറക്കിയിട്ട് പോകുന്നു. പറക്കി പോയില്ല. ഞാൻ എനിക്ക് കുഞ്ഞേച്ചി തരും. അത് ഞാൻ എടുത്തോണ്ട് പോരും മാനിയായിട്ട്. ടോയ്ക്കാർ എന്നാടാ? മാലയോ? ഏത് മാലയാ വേണ്ടേ? മാറ്. മാലയോ? ഏത് മാലയാടാ വേണ്ട മുത്തിന്? വേറെ മാല അമ്മ ഇട്ടുതരാം. അല്ലല്ല, എടുത്തോ കിട്ടി. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. നീ സൂട്ടി പോതാ. പമ്പരം കേടായി.
നീ ഇസൂട്ടി അപ്പ ഇറക്കും ഇസൂട്ടി. നീ ചിമ്പ ഇറക്കും. ചിമ്പേനെ പിടി. തമ്പു ആ മറ്റേ കഴിച്ചൊക്കെ തേക്കട്ടടാ. ഗ്യാപ്പ് കൊടുത്തോ. നീ അടുത്ത റൗണ്ട് കഴിക്കാനുള്ളല്ലേ. വീടല്ലേ 2 തള്ളല്ലേ വീടല്ലേ. ഡിസ്പ്ലേ കാന്താരി. അതിപ്പോ എവിടുന്നാ മോനു ആ കൊച്ചിന്റെ ഒച്ച? അപ്പുറത്തെ ആ വീട്ടിലായിരിക്കും. ആ വീട്ടില് വലിയ പിള്ളേരല്ലേ? ഈ വീട്ടിലൊരു കുഞ്ഞു വെച്ചില്ലേ? തമ്പോ സിമ്പിൾ അറേഞ്ച് ചെയ്ത് പാറുവിന്റെ ചെരുപ്പാന്ന്. അവള് പോയി അനക്കി വെച്ചത് നിന്റെ ചെരുപ്പല്ലേ? നിന്റെ അല്ലേ അത്? നീ കണ്ട എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങോട്ട് ഇരിഞ്ഞിരിക്കുവായിരുന്നു. ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. ക്യാമറ കിട്ടിയിട്ടുണ്ട് മോനു. ഡൂബി അത് തൊടാൻ സമ്മതിക്കില്ല. ഇസൂട്ടി അയക്കും, ഇസൂട്ടി ഇടും. ഡൂബി ഡൂബിമ്മ 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 ബലു ബലു എന്റെ അമ്മേ. ഇല്ല ഏത് കടയിലേടി? ഏത് വയലൻസ്. എന്തിനാ എന്നെ നോക്കുന്നത്? ഓക്കെ പാട് കണ്ണടച്ച് ഇരുട്ടാക്ക്. അങ്ങനെയാണ് എല്ലാരും പാടുപെടും. അതൊക്കെ പിന്നെ എടുക്കാം. കിളന്മാരുടെ കേസ് പിന്നെ നോക്കാം. ഞാനല്ല കല്യാണത്തെ ഇന്നലെ പാടി. നീ പാട്. നീ ഏമ്പക്കം പറഞ്ഞ കിട്ടിയിരുന്നല്ലോ. അത് പുല്ലം കണ്ട ഡെൻസി ബില്ല് ചെയ്തു തോന്നുന്നു. ഓക്കെ പൊന്നോളം ചേലേറും കനവും
കുറച്ച് കൊളമാക്കി പറഞ്ഞ കേട്ടോ, ഇല്ലേ കോപ്പിറൈറ്റ് കിട്ടുമെന്ന്. അങ്ങനെ പാലം കൂട്ടാൻ പണിയാണ്. കോപ്പിറൈറ്റ് കിട്ടൂല്ലോ ദൈവമേ. മാറ്റി മഴയോ നെഞ്ചോ മഞ്ഞ പ്രശ്നം. ഒരു പിടി കാവലായി വഴി തേടണം ഒരു ചിറകേറണം. അത്ര ചാ ചാ ചന്ദവസ്മയോ? കിട്ടിയതൊക്കെ ചന്ദഭസ്മ കുറിയിട്ടോ തമ്പുരാട്ടി. അതേത് ഭസ്മ? മേത്തുള്ളൂ അതുകൊണ്ടാ. ആ അവിടെ ബാക്കി എന്നാ? എടാ നീ ഒരു പാട്ട് വെറുതെ കളഞ്ഞു. മാമ മലയാളി മാമ പാടി. അറിയില്ലോ, നിങ്ങൾക്കല്ല അറിയുള്ളൂ, ഞങ്ങൾക്ക് അറിയില്ലോ. കൂട്ടിൽ രണ്ടിളം പൈങ്കിളികൾ. അമ്മ നെഹ്റു ട്രോഫിയിലെ മുടി മൊത്തം നനഞ്ഞു. ഒരു നെഹ്റു ഫ്ലോപ്പ് ഇടാം. ആ തമിഴ് പറ്റില്ല, തമിഴ് പറ്റില്ല. എടി അത് തമിഴ് പാട്ടാടി. പിന്നെ ഓയാണോ? അത് പാടിയാ, അത് പാടിയ. ഇത് വേറൊന്നും അല്ല ഗൈസ്, ഇത് കൊതുക് കടിക്കാതിരിക്കാനായിട്ടുള്ള ക്രീം എല്ലാരും വാരി പൊത്തുമാണ്. കൊതുക് കടിക്കാതിരിക്കാനുള്ള ക്രീം എല്ലാരും വാരി പൊത്തുമാണ്. ഇവിടെ അന്താക്ഷരി എടുക്കാണ്. ഞാൻ പോയിട്ട് കാറ്റേ നീ കാണാപ്പല്ലിൽ പോണോലെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും. ക്രീം തേച്ചു കൊടുക്കുവോ ഇസുട്ടി? ഇസുട്ടിക്ക് ക്രീം തേച്ചു സെറ്റ്. ഡാൻസ് കളിച്ചോണ്ട് ക്രീം തേച്ചു കൊടുക്കുന്ന ചേച്ചി, അനിയത്തിക്ക് ക്രീം തേച്ചു കൊടുക്കുന്ന ചേച്ചി. ഇസുട്ടിയുടെ ഗിഫ്റ്റ്, ഇസുട്ടിയുടെ ഗിഫ്റ്റ്. അതെല്ലാം ഒന്നായാടി പാടി അല്ലിമലക്കാവിൽ. ഏയ് ഇസുട്ടി താങ്ക് യു പറഞ്ഞേ. താങ്ക് യു. ഒരു ഉമ്മ കൊടുത്തേ, ഒരു ഉമ്മ. ഇസുട്ടി ഒരു ഉമ്മ കൊടുത്തേ ചേച്ചിക്ക്, ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുത്തേ.
പാടുമൊക്കെ പറ്റ ചുമ്മാ ഇരുന്ന് പാടറേ. ഹലോ ഗൈസ്, എനിക്ക് ഞാൻ വൈൻഡപ്പ് എടുക്കാൻ വീണ്ടും മറന്നുപോയി. ഞങ്ങൾ അവിടുന്ന് അന്താക്ഷരി കളിക്കുന്നവരെല്ലാം കാണിച്ചായിരുന്നു. അതൊരു 9:30 വരെ അങ്ങനെ രാത്രി പോയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേ നമ്മളിനി ബാക്കി വീട്ടുകാർ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടുകാർ കംപ്ലൈൻറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്താക്ഷരി നിർത്തി. പിന്നെ ഫുള്ള് ഡെക്കറേഷനൊക്കെ കഴിച്ച് എല്ലാം അടുക്കി പാർക്കലായിരുന്നു. ഇതെല്ലാം കുക്ക് ചെയ്തതിൻ്റെ ഇവിടെ ഈ അടുക്കള ഭാഗം, പിന്നെ അല്ലാണ്ട് അവിടെ ഡെക്കറേഷൻ്റെതും എല്ലാം അങ്ങനെ അലമ്പായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ കൂടി അതെല്ലാം ഒതുക്കി സെറ്റാക്കി. പിന്നെ കുഞ്ഞേച്ചിക്ക് നാളെ രാവിലെ തന്നെ പോകണം. കുഞ്ഞേച്ചിക്ക് നാളെ പോകണ്ടെന്നായിരുന്നു. പക്ഷേ നമുക്ക് നിർഭാഗ്യവശാൽ കുഞ്ഞേച്ചിയുടെ കൂടെയുള്ള വേറെ ആരാണ്ടൊക്കെ സിക്ക് വിളിച്ചപ്പോൾ കുഞ്ഞേച്ചിയോട് ഷിഫ്റ്റ് എടുക്കാമോ എന്ന് ചോദിച്ചു. അത് കാരണം കുഞ്ഞേച്ചിക്ക് ശരിക്കും നാളത്തെ ഷിഫ്റ്റ് മാറ്റിയിട്ടായിരുന്നു കുഞ്ഞേച്ചി വന്നത്. പക്ഷെ വേറെ ആളുകൾ സിക്ക് വിളിച്ച കാരണം അവിടെ വേറെ ആരും കവർ ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞേച്ചിക്ക് നാളെ എടുക്കേണ്ട വന്നു. അപ്പോൾ 9 മണിക്കാണ് ഷിഫ്റ്റ്. അപ്പോൾ കുഞ്ഞേച്ചി രാവിലെ തന്നെ പോകും. അപ്പോൾ കുഞ്ഞേച്ചിക്ക് കൊണ്ടുപോകാനുള്ള നമുക്ക് ഫുഡൊക്കെ കുറേ ബാക്കി വന്നായിരുന്നു. മന്തിയും ബാക്കി വന്നു, കട്ട്ലറ്റ് ബാക്കി വന്നു, പായസം കുറേ ബാക്കി വന്നു. മന്തിയും പായസവും കുറേ ബാക്കി വന്നു. നമ്മൾ പ്രതീക്ഷിച്ച എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ വൈകുന്നേരം ടൈമായിരുന്നല്ലോ, അത് കാരണം എല്ലാവർക്കും ആ ഫുഡ് കഴിക്കേണ്ട ആ ഒരു ഫ്ലോ അത്രയ്ക്ക് മറ്റേ ആ വിശപ്പിൻ്റെ ഒരു സാധനമൊന്നും ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ബാക്കി വന്നതെന്ന് വിചാരിക്കുന്നത്. പക്ഷെ സാരമില്ല, നാളെ ഉച്ചയ്ക്ക് എല്ലാവരും വീണ്ടും വരും. നമ്മളൊക്കെ തന്നെ എല്ലാം കഴിച്ച് തീർക്കും. പിന്നെ കുഞ്ഞേച്ചിക്ക് കൊണ്ടുപോകാനായിട്ട് അവിടെ കൊടുക്കാനായിട്ട് പായസവും കേക്കും മന്തിയൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. കുഞ്ഞേച്ചി രാവിലെ പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മറക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. 6 മണിക്ക് എണീറ്റ് പോകുന്നതുകൊണ്ട് കുഞ്ഞേച്ചി എണീറ്റ് പോകത്തേ ഉള്ളൂ, നമ്മളെ വിളിക്കത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴേ എല്ലാം ഒതുക്കി. ഇസൂട്ടി കുറേ നേരമായി ഉറങ്ങാൻ തുടങ്ങിയിട്ട്. കട്ടിലേക്ക് കിടന്ന് കുറേ നേരം ഉറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഒച്ച കേട്ടിട്ട് എണീറ്റ് കാരണം കയ്യിലെടുത്ത് പിടിച്ചതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കിടക്കാൻ പോവുക. പിന്നെ വേറെ ഒന്നുമില്ല. അവരൊക്കെ പോയിട്ട് ഒരു 10:30 ഒക്കെ ആയപ്പോഴത്തേക്ക് 10:30 കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവരൊക്കെ പോയി. ഇപ്പോൾ 11:30 ആയി. പിന്നെ റൂമും എല്ലാം നമ്മൾ ഒരുങ്ങുന്നതിൻ്റെ ഇതിൻ്റെ എല്ലാം അവിടെ ഇവിടെ എല്ലാം കിടക്കുമായിരുന്നു. എല്ലാം ഒതുക്കി സെറ്റാക്കി. ഇനിയിപ്പോൾ നാളെ നമ്മൾ രാവിലെ ഒന്നുമില്ല, ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇവിടെ ബീച്ചിലോ അങ്ങനെ വല്ലതും പോകുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ബീച്ചിലെല്ലാം പോയിരിക്കും. പിന്നെ രാത്രി ഇവിടെ ഒരു ഓറഞ്ച് ജ്യൂസ് ഇട്ടു. തണുത്ത സാധനം അങ്ങോട്ട് കുടിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ എന്തൊരു സുഖം എന്ന് പറയും. നമ്മൾ ഇന്ന് മൊത്തം ചൂടത്ത് നിന്നിട്ട് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. പക്ഷെ വൈകുന്നേരം ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു, നല്ല കാറ്റൊക്കെ അടിച്ചിട്ടല്ലേ. സംസാരിക്കാം. ഡെല്ലിനെ കേട്ട വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാം തീർന്ന് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ പോകാനായിട്ട് ഇങ്ങനെ അയ്യോ ഞാൻ എല്ലാവരും പോകുന്നൊന്നും കാണിച്ചില്ല, വൈൻഡപ്പ് ഒന്നും എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചു. അപ്പൊ ഞാൻ വൈൻഡപ്പ് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ വെറുതെ വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇസൂട്ടിയുടെ കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇസൂട്ടിയുടെ ഡ്രസ്സും ഹെയർ സ്റ്റൈലും. ഇസൂട്ടിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഇസൂട്ടിയുടെ ഡ്രസ്സ് തയ്ച്ചത് എൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചി കുറേ പേർക്ക് അറിയായിരിക്കും, കുറേ പേർക്ക് അറിയത്തില്ലായിരിക്കും. അമ്മച്ചിക്ക് തയ്യൽ കടയുണ്ട്, തയ്യലാണ്. അമ്മച്ചിക്ക് മറ്റേ പണ്ട് തൊട്ടേ എത്ര വർഷമായിടേ ചാച്ചാ അമ്മച്ചി എത്ര വർഷമായി തയ്യൽ? നമ്മള് 25-30 വർഷത്തോളമായി. 25-30 അമ്മച്ചി ഒരു 10-25-30 വർഷമായിട്ട് ഈ തയ്യൽ ഇത് തന്നെയാണ്. അപ്പം ഇസൂട്ടിയുടെ അളവ് പോലും നോക്കാണ്ടാണ് ആ ഡ്രസ്സ് നമുക്ക് തയ്ച്ച് നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴി, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടത്. പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് കൊറിയർ അയച്ചിട്ടാണ് നമുക്ക് ഇതെല്ലാം കിട്ടിയത്. അതിൻ്റെ കുറേ പേർക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വിചാരിച്ചാൽ ഓൾറെഡി ഞാൻ ഓപ്പൺ ആക്കി, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പം ഞാൻ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് ആ വീഡിയോ എടുക്കണം എന്നുള്ള കാര്യം ആലോചിച്ചു. അപ്പോൾ അതിൽ ഡ്രസ്സ് ഒഴിച്ചിട്ട്
ബാക്കിയെല്ലാം അതിൽ തന്നെ ഉണ്ട്. അപ്പം ഞാനത് ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. അത് ഞാൻ വേറെ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ പറയാ, അപ്പോൾ അളവ് പോലും എടുക്കാണ്ടാണ് ആ ഉടുപ്പ് തയ്ച്ച് കൊടുത്തു വിട്ടത്. കറക്റ്റ് അളവായിരുന്നു, നീളവും എല്ലാം കറക്റ്റായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. സൂപ്പർ ഉടുപ്പായിരുന്നു. ഞാനും ഇത്രയും ദിവസം ആ ഉടുപ്പ് കിട്ടിയിടം തൊട്ട് ഇപ്പോൾ വരെ, ഇന്നിപ്പോൾ ഒരുക്കി ഇറക്കുന്ന വരെ ഞാൻ മനസ്സിൽ കണ്ട അതേ ലുക്ക് തന്നെയാണ് ഫുള്ള് ടോപ്പ് ടു ബോട്ടം എനിക്ക് കിട്ടിയത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, സുന്ദരിയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.